മുഖത്ത് ആ ഒരു തിളക്കം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. കാരണം സൺ കിസ്ഡ് ആയിട്ടിരിക്കുകയാണ് പുള്ളി. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു, ഇന്നായപ്പോൾ ഭയങ്കര സൺ കിസ്സസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫേസിലോട്ട്. ഇന്ന് ഞാൻ എവിടെ പോവാന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം ഹാലോവീൻ ടൈമാണ് കേട്ടോ. അപ്പോൾ ഫാള് തുടങ്ങും, അതായത് ഓട്ടം സീസൺ തുടങ്ങുമ്പോൾ ഇവിടെ പംകിൻ പാച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് പംകിൻ പാച്ച് ഹാലോവീൻ ടൈം ആകുമ്പോൾ ഇവർ ഈ പംകിൻസിൽ ഇങ്ങനെ കാർവിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ജാക്കോ ലാൻഡൺ അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇത് ഭയങ്കര ചില്ലായിട്ടിരിക്കുകയാണ്. ഇത്ര നേരം കരച്ചിലായിരുന്നു, ഇപ്പം മൂടൊക്കെ വന്നിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നിട്ടിരുന്നത് പംകിൻ പാച്ചാണ് കാണാൻ പോകുന്നത്. പംകിൻ പാച്ച് ഞാൻ പറഞ്ഞ പോലെ ഹാലോവീൻ ടൈം ആകുമ്പോൾ ഇവര് വീടുകളിലൊക്കെ ഈ പംകിനെ ഇങ്ങനെ കാർവ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഹാലോവീൻ ടൈമിൽ തന്നെയാണ് ഇവർ പംകിൻ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു പംകിൻ പാച്ച് ഓരോ ഫാംസിലൊക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പാച്ച് പോലെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി നല്ല രസമാണ് കാണാൻ. അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഫാമിലാണ്. അപ്പം നല്ല വെയിലൊക്കെ ഉള്ള ഒരു ഡേ ആണ് കേട്ടോ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു, പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇന്നായപ്പോൾ നമുക്ക് സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്നുള്ളൂ, കാരണം അത്രയ്ക്ക് വെയിലാണ്. വെയിലടിക്കുമ്പം ആക്ച്വലി എനിക്ക് വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം, നല്ല തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലവേദന ഉള്ളവർക്ക് സൺഗ്ലാസ് ഇല്ലെങ്കിൽ പറ്റൂല. ഈ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുമ്പം എനിക്കിപ്പോഴേ ആ ഒരു തലവേദനയുടെ ഒരു ഇത് തുടങ്ങി. ഇനിയിപ്പോൾ നല്ല വെയിലും കൂടെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് നമ്മളൊരു 3 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 3:10 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കാണിക്കുന്നത് 4:03 അറൈവൽ കാണിക്കുന്നത്. ഫാൾ ലീവ്സൊക്കെ ആയി തുടങ്ങി. ഈ ഓട്ടം സീസണിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോ സീസണും ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് ഓട്ടം ആകുമ്പം ട്രീസ് എല്ലാം അതിൻ്റെ ലീവ്സിലെല്ലാം എന്താ പറയുക, റെഡ്, ഓറഞ്ച്, യെല്ലോ ഇങ്ങനെ കളറ് വരും. അപ്പം അത് ഈ ഡയറക്റ്റ് ഗോൾഡൻ റേസ് എന്ന് പറയില്ലേ, ഈ നമ്മുടെ സൺലൈറ്റ് അതിലോട്ട് അടിക്കുമ്പം അതെല്ലാം നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. എല്ലായിടവും ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇപ്പം ഞാൻ വന്ന ടൈമാണ്, ഞാൻ ഈ ഒക്ടോബർ ടൈമിലാണ് സിയാറ്റിൽ വന്നത്. അപ്പം ആ ടൈം മൊത്തം ഈ ഒരു ഓട്ടം ഫോൾ സീസൺ ആയിരുന്നു. പിന്നെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സീസണിൽ. എല്ലാവരും ഓട്ടം ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചെയ്യും. നല്ല രസമാണ് കാണാൻ. സോ നല്ല വെയിലുണ്ട്, കണ്ടില്ലേ, നല്ല വെയിലാണ്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ശരി. Going Naidu? Halloween? Pumpkin? You like pumpkins? Pumpkins ഏത് കളറാണ് ഇത്? ഓറഞ്ച് ആണോ? സോ ഇന്നിവിടെ സൺഡേ ആണ്. നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കാരണം ഇവിടെ വന്ന് വെയിൽ വരുമ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങും കേട്ടോ ചാടി. കാരണം ഇനിയിപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇവിടെ ഡേ ടൈം കുറവായിരിക്കും. ഡേ ടൈം കുറവെന്ന് മീൻസ് ഇനിയിപ്പം സൺസെറ്റ് ഇപ്പോൾ 6:21 ഒക്കെയാണ്. ഇനി അത് കുറഞ്ഞ് 4:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പം 3:45 ഒക്കെ ആകുമ്പോഴേ നമുക്ക് സൺസെറ്റ് ആകും. സൺസെറ്റ് നേരത്തെ ആകുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു അരോചകമായിട്ട് തോന്നും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഡാർക്കൊക്കെ ആകുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ബോറടിച്ച് തുടങ്ങും. ഞാൻ വന്ന ഒരു ടൈം വിൻ്റർ ടൈമായിരുന്നു, ഈ ഒരു ടൈം അപ്പോൾ പൊട്ട ടൈമായിരുന്നു. കാരണം നേരത്തെ ഇരുട്ടും, പിന്നെ നേരത്തെ അങ്ങ് കിടക്കാൻ നോക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എപ്പോഴും മഴ, എപ്പോഴും റെയിനാണ്. ഈ വിൻ്റർ
അവരവിടെ ഇട്ടു. അവര് വന്ന പാടെ തന്നെ തുറക്കാം. ഞാൻ അവിടെ നമ്മൾ കണ്ട ഒരു ഗെയിമാണ് കേട്ടോ. അത് സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചിരുന്നത്. ആക്ച്വലി ഇതിനകത്ത് നമ്മളൊരു റൗണ്ട് ഇല്ല, അത് നമ്മൾ ആക്ച്വലി ത്രോ ചെയ്ത് കറക്റ്റ് കൊള്ളിക്കുമ്പോൾ അവരിങ്ങനെ ഈ സൗണ്ട് വരും. ആ സൗണ്ടാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പെയ്ഡ് ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് ഫണ്ണായിട്ട് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. പിള്ളേർ ഇതൊക്കെ കുറച്ച് പേടിച്ചൊക്കെ നിന്നു. കുറേ അധികം ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10 ചാൻസസ് ഉണ്ട് എന്നാണ് കണ്ടത്. പിന്നെ അത് നമ്മൾ നേരെ ഫാമിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത്. ഇത് വാഗൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വാഗൻസ് എടുത്ത് നമുക്ക് പംകിൻസ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ബില്ല് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ഇത് ഫ്രീ ആണ് കേട്ടോ ഈ ഫാം. സ്പൂണർ ഫാം എന്നാണ് പേര്. സോ നല്ലൊരു ഫാമാണെന്ന് കണ്ടു കുറേ റീൽസിലൊക്കെ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഫ്രീ ഫാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് കണ്ടോ, പിള്ളേർ ഓടുവാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫുഡ് അങ്ങനെ പംകിൻ സ്പൈസ് ലാറ്റെ, പിന്നെന്താ പംകിൻ പൈ, പിന്നെ ഹോട്ട് ഡോഗ്സ്, കോൺ ഹോട്ട് ഡോഗ്സ്, അങ്ങനെ കുറേ അധികം ബിയർ, വൈൻ, ഫഡ്ജ്, ക്യാൻഡി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് ജസ്റ്റ് കണ്ടു. പിന്നെ കുറേ ഇങ്ങനെ നല്ല പംകിൻസ്, ഓറഞ്ച് കളർ പംകിൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഹാലോവീൻ ടൈം ആകുമ്പോൾ ഈ പംകിൻ പാച്ച് ഭയങ്കരമായിട്ട് പോപ്പുലറാണ് കേട്ടോ ഇവിടെ. അപ്പം ഇവർക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. കണ്ടില്ലേ, ഭയങ്കര സൈസിലുള്ള പംകിൻസാണ്. എനിക്ക് തോന്നുന്നു ഒരു പംകിൻസിനൊക്കെ നല്ല പൗണ്ട് വരും കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നൈതുമൊക്കെ, അതിനിടയ്ക്ക് നൈതു അവിടെ ചെടിയിൽ വീണു. കണ്ട പാൻറ്റും ഒക്കെ അഴുക്കാക്കിയിട്ട് നിൽക്കുകയാണ്. ഫുള്ള് ചെളിയായിരുന്നു. മഴ പെയ്തിട്ട് ഈ നമ്മളെപ്പോഴും വരുമ്പോൾ ബൂട്ട്സ് ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ ബൂട്ട്സ് ആയിരുന്നു. പക്ഷെ പിള്ളേർക്ക് ഒരു ഡ്രസ്സ് കൂടെ ഇട്ടുകൊണ്ട് വരണം. പിന്നെ എല്ലായിടും പിന്നെ കോൺമേസ് ഒക്കെ ഉണ്ടായിരുന്നു. കോൺമേസ് നമ്മളിങ്ങനെ ചെയ്ത് ട്രഷർ ഹണ്ട് വഴി കണ്ടുപിടിച്ച് പോകണം. പിന്നെ അവിടെ സ്പൈഡർ ഇങ്ങനെ ഫോട്ടോ ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സ്പൈഡറിൻ്റെ ഒരുപാട് സ്പൈഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഹാലോവീൻ അല്ലേ, അപ്പം അതിൻ്റെ അപ്പം നൈതും ഇങ്ങനെ നടന്ന് വീണേൻ്റെ ആ ഒരു ആഘാതത്തിൽ പതുക്കെ മുൻപിൽ നടക്കുകയാണ്. അവർക്ക് ആ പമ്പിൻ്റെ ഫോട്ടോ എടുക്കണം, ഈ പമ്പിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് കളി ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു വാഗൺ റൈഡ് കണ്ടു കേട്ടോ. ഇത് പെയ്ഡാണ്, $5 ആയിരുന്നു. പിന്നെ സ്കെയർ ക്രോയുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. കോൺ മെയ്സ് ആണ് അപ്പുറത്ത്. ആ കോൺ മെയ്സ് ഒരുപാട് കോൺസൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇത് ഒരു പ്ലേ ഗ്രൗണ്ട് ഏരിയയാണ്. അതും അവർ പെയ്ഡായിട്ടാണ് വെച്ചേക്കുന്നത്. ഫ്രീ ആണെങ്കിലും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പിള്ളേർക്കുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ പെയ്ഡാണ് കേട്ടോ. അതവരുടെ ഒരു ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് തോന്നി. പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അത് കയറണം ഇത് കയറണം എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങളത് വെയിറ്റ് ചെയ്യാണ്. ട്രാക്ടർ റൈഡ് ചെയ്യുകയാണ്. ഒരു ഹായ്.